എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്, എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഓക്കെ, പെർഫെക്റ്റ് ഹെഡ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നു. ഒരു ഗംഭീര കിഴി അങ്ങ് തരും, ഞെട്ടിക്കൊള്ളണം. തീരുമാനിച്ചോളാം. അല്ലേ? ഫസ്റ്റ് വൺ ഷെയ്ൻ നിഗം 25 SN25. ഷെയ്ൻ നിഗത്തിൻ്റെ 25ാമത്തെ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് എത്തി. പോസ്റ്റർ സന്തോഷ് ടി കുരുവിള, പിന്നെ ബിനു അലക്സാണ്ടർ, ഇവർ രണ്ടുപേരുമാണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമ ഉണ്ണി ശിവലിംഗാണ് സംവിധാനം ചെയ്യുന്നത്. ആള് തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും. സംഭവം കബഡി ബേസ് ചെയ്തിട്ടുള്ള എന്തോ സ്റ്റോറിയാണെന്ന് തോന്നുന്നു. മാസ് ആക്ഷൻ മസാല. അതെ, കബഡി 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 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് മാർക്കോ സിനിമേന്റെ നെക്സ്റ്റ് വീഡിയോ. ഗ്ലിംസ് എന്നൊന്നും പറയാൻ വയ്യ, കാരണം ഒരു 10 എങ്ങാണ്ട് ഇതുവരെ വന്നിട്ടുണ്ട്. 10 അല്ല, എത്രണ്ണം സിനിമ മൊത്തം കാണിക്കും അങ്ങനെ. ലാസ്റ്റ് സിനിമ കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം പറയാം. അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിരിക്കുമ്പോഴേ ഇതൊക്കെ ഞങ്ങള് ഇൻസ്റ്റാഗ്രാം വഴി കണ്ടതാണല്ലോ. എവിടെ വീഡിയോ ഇല്ലട്ടോ, പറ്റിച്ചേ, എല്ലാരും പറ്റിച്ചേ. ഇത് നിന്റെ സ്ഥിരം പരിപാടിയാണ് ഈ പറ്റിക്കല്. ഇതാണോ? അതെ, കിട്ടി അല്ലെങ്കിൽ കിട്ടുമായിരുന്നു. ഈ BGM ഇവരുടെ തന്നെയാണോ? അല്ലല്ലോ. ഇത് കേട്ട എവിടെ BGM ആണല്ലോ, പണി കിട്ടുമോ? നേരത്തെ വേറെ BGM ഇതുവരെയുള്ള അല്ലല്ല. ഓക്കെ, അടുത്ത കിഴി മരണമാസ് സിനിമയുടെ പൂജ നടന്നു. പൂജ വമ്പൻ വൈറലായിട്ട്, വൻ കോമഡി. ചിരി നിർത്താൻ പറ്റില്ല കണ്ടുകഴിഞ്ഞാൽ. പറയുമ്പോൾ ആളുടെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമയാണ്, അതായത് ടൊവിനോ തോമസ് പ്രൊഡക്ഷൻ. സിനിമയിൽ നായകൻ നമ്മുടെ ബേസിൽ ജോസഫ്, പിന്നെ ജിജു സണ്ണി ഉണ്ടല്ലേ പ്രധാന വേഷത്തില്. സിജു സണ്ണി ഫ്രണ്ടാണ്, ആള് സിനിമറ്റോഗ്രാഫറാണ്. ഏതായിരുന്നു സിനിമ? പാർക്കിംഗ്, പിന്നെ ഒരുപാടുണ്ട്. പ്യാലി. എന്തായാലും പൂജ നടന്നിട്ടുണ്ട്. വളരെ രസകരമായ പൂജാ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. തീ കൊടുക്കാതെ ഇവിടെ തിരിയെന്ന് പറയുമ്പോ ബേസിൽ ജോസഫ് ഒരു ചിരിയുണ്ട്. കിട്ടി, ഇന്നത്തെ കിട്ടിയത്. ഓക്കെ, അജയന്റെ 2ാം മോഷണം. ടോവിനോനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധനം വരണല്ലോ. അതെ, കോമഡി മാറുമ്പോ ഇവിടെ മാസ് വരണം. പിന്നെന്താ, ജിതിൻ ലാൽ ഡയറക്ഷനിൽ വരുന്ന സിനിമയാണ്. അതിലൊരു ജിതിൻ ലാലിന്റെ സ്റ്റോറി, അതായത് സെക്കൻഡ് ടീസർ, അതായത് പുതിയ ടീസർ ഉടനെ തന്നെ എത്തും എന്ന് പറഞ്ഞിട്ട് ലോഡിങ്. ഒരു എന്താ പറയാ, വെയിറ്റ് ചെയ്തോളാനാ പറഞ്ഞ ഒരു എപ്പിക് സാധനം വരുന്നുണ്ടെന്നാണ് സംഭവം. ഏതൊക്കെ തിയേറ്ററിൽ 3Dയും അതായത് 3Dയുടെ കൂടെ കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3D ടീസറാണ് അല്ലേ അതിൽ? ഓക്കെ, അടുത്ത കിഴി L360 തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമയാണ്. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. നമ്മുടെ ബിനു പപ്പുവിൻ്റെ കൂടെ നമ്മുടെ ലാലേട്ടൻ നിൽക്കുന്നു. ഷെഡ്യൂൾ ബ്രേക്കിന്റെ കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ, 2 ദിവസം ബ്രേക്ക് ആയിരിക്കും. ആനന്ദ്പുരാനിലേക്ക് പോയിരിക്കണേ. അതെ, വന്നു കഴിഞ്ഞാൽ അടുത്തത് തിരിച്ചുവരവ് ഗംഭീരാക്കണം. സൂര്യ 44 സിനിമയുടെ ആൻഡമാൻ ഷെഡ്യൂള് വാപ്പായിട്ടുണ്ട്. ഓക്കെ, രമ്യ സുരേഷ് പ്രധാന വേഷത്തിലുണ്ടെന്നാണ് കേൾക്കുന്നത്. മലയാളത്തിൽ നിന്ന് അത്യാവശ്യം കാസ്റ്റിംഗ് ആയി. അതെ, ഓക്കെ, അടുത്ത കിഴി മന്ദാകിനി OTTയിൽ വരുന്നു. നമ്മുടെ അനാർക്കലി മരിക്കാറും പിന്നെ അൽത്താഫും പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. സിനിമ വരുന്നത് മനോരമ മാക്സിലാണ് ജൂലൈ 12. അതായത് നമ്മുടെ ഇന്ത്യൻ 2ന്റെ റിലീസിന്റെ അന്ന് നമ്മൾ തിയേറ്ററിലായിരിക്കും. ശരിയാണല്ലോ, അന്ന് തിയേറ്ററിലായിരിക്കുമല്ലോ. ഫുൾ ടൈം അല്ല, സിനിമ കഴിയുന്നത് വരെ. സലാർ 2 സിനിമയുടെ ഷെഡ്യൂള് ഓഗസ്റ്റിൽ തുടങ്ങും എന്നാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും
ഫസ്റ്റ് ഷെഡ്യൂളിന്റെ ഡയറക്ടറായിട്ട് പൃഥ്വിരാജ് ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. മറ്റേ NTRന്റെ സിനിമയും പിന്നെ ഏതായിരുന്നു പ്രശാന്ത് നീല് കുറച്ചങ്ങ് ബിസിയാണ്. അതുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് ഷെഡ്യൂള് നമ്മുടെ പൃഥ്വിരാജ് ചെയ്യുന്നു. ആളാണ് ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ. അതെ അതെ, അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. വിജയിച്ച് കാണിച്ചു കൊടുത്താണല്ലോ. അല്ലേ ഫസ്റ്റ് ഷെഡ്യൂളിൽ എടുത്ത സാധനേ നല്ല വെളിച്ചത്തില് നല്ല ഗംഭീര സാധനം, നല്ല കളർഫുൾ ആയിട്ടാണ്. അത് കഴിഞ്ഞ് പ്രശാന്ത് നീല് വന്നിട്ട് സംവിധാനം ചെയ്യും. അത് ഫുള്ള് ഇരുട്ടത്തും. പ്രശാന്ത് നീല് വരുമ്പോ തന്നെ ഫുള്ള് പുക കിട്ടി കറുപ്പാകും, മൊത്തം ഇരുട്ടാകും. ഇതെന്താ സംഭവം അല്ലേ? ഇതെന്താ ഇങ്ങനെ വെളുത്തിരിക്കുന്നത്? സെറ്റ് ഭയങ്കര വൃത്തിയായിട്ട് അങ്ങനെയല്ല. ഒരു 4-5 അടുപ്പും കല്ലും ഉണ്ട്. അവിടെ അടുപ്പ് കൂട്ടാൻ പറയും, ഇവിടെ അടുപ്പ് കൂട്ടാൻ പറയും. അവിടെ കുറച്ച് കഞ്ഞി വെക്ക്, ഇവിടെ കുറച്ച് കഞ്ഞി വെക്ക്, പിന്നെ അങ്ങ് പുകക്കും. ഇന്നത്തെ എന്തായിരിക്കും എന്താ പ്രശാന്തിനോടുള്ള ദേഷ്യതായിരിക്കും കമന്റ് വരാം. സംഭവം സത്യമല്ലേ, പുകഞ്ഞ ജീവിതത്തിലല്ലേ അതേ പറയാറുള്ളൂ. എല്ലാം അതുകൊണ്ടാണ് ഒന്നിനും വ്യത്യസ്തത എന്ന് പറഞ്ഞ സാധനം വരുന്നില്ല. അതെ. അടുത്തത് ടർബോ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് എന്നാണെന്ന് നമുക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. എന്നാൽ പക്ക ഡേറ്റ് ഒന്നുമില്ല, മാസം വന്നിട്ടുണ്ട് ഓഗസ്റ്റിൽ. ഈ ഫസ്റ്റത്തെ ആ ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഡൗട്ടൊക്കെ ഇപ്പൊ ക്ലിയർ ചെയ്ത് തരും. കറക്റ്റ് ആയിട്ട് ആ ഡേറ്റ് അങ്ങ് പറയാൻ പോവാന്ന് വിചാരിച്ചു. ഓഗസ്റ്റിൽ വരും. സോണി ലീവില്. സന്തോഷം, ഇത് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് വളരെ സന്തോഷം. അപ്പം അടുത്ത കിഴി തരൂ തന്നോണ്ടിരിക്കല്ലേ. ഇത് തന്നാ നീ ഇപ്പൊ തെറിയും വിളിക്കുമല്ലോ. എന്താണ് സിക്കാട എന്ന് പറഞ്ഞാൽ ചീവീട്. അത് നമ്മുടെ എപ്പോഴും നമുക്ക് ഏറ്റവും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അതായത് മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് ഏറ്റവും വലിയ ശല്യം സിക്കാടയാണ്. എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങളെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ശല്യം അത് ഞാനായിരിക്കും. അതൊരു സത്യം. എന്താണെങ്കിലും അപ്പൊ ഞാൻ വേറെ സത്യം പറയും, എന്റെ മാത്രം സൈഡ് എടുക്കും. അപ്പൊ സിക്കാട അല്ല നീയാണ്. അത് കുഴപ്പമില്ല, അത് അവർക്ക് ബുദ്ധിമുട്ടാവുന്നില്ലല്ലോ. പലരും പറയാത്തതാ, നീ എന്തേലും ആയിക്കോ, പലരും പറയാത്തതാ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നത്. എന്തായാലും സിക്കാട സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 9 സിനിമ റിലീസിനെത്താണ്. ശ്രീജിത്ത് ഇടിവണ്ണയാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ സിക്കാട, നൈസ് പേര്. ഓക്കെ അടുത്ത കിഴി കൂലി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ ലോകേഷ് കനകരാജ് ഒരാളെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആരാന്നറിയോ? ഗിരീഷ് ഗംഗാധരൻ. വിക്രം സിനിമയ്ക്ക് ശേഷം ആളുടെ കൂലി സിനിമക്ക് ക്യാമറ ചലിപ്പിക്കും. എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിപ്പോ ശല്യം മഴയാണല്ലോ. മഴ ഇപ്പം വീട്, അതായത് സിക്കാട ചോദിക്കണ്ട ഇപ്പൊ ഞാനാണോ നിങ്ങൾക്ക് ശല്യം അല്ലെങ്കിൽ റഫത്താണോ? അതെ. കൽക്കി 2898 AD സിനിമയുടെ കളക്ഷൻ വേൾഡ് വൈഡ് 700 CR. ഓക്കെ 5-6 ദിവസം കൊണ്ടാണ് കേട്ടോ. അതെ, ഇന്നത്തെ വരുമ്പോ അതിൽ 850 കോടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അടുത്ത കിഴി പോന്നോട്ടെ. ബബ്ബ, ദിലീപ് നായകനാവുന്ന ബബ്ബ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഇന്ന് വരും. നമ്മളിത് വീഡിയോ ചെയ്യുന്നത് വരെ എത്തിയിട്ടില്ല കേട്ടോ, സോറി. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തേക്ക് വന്നാൽ നമുക്കിവിടെ കാണിക്കാം എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത്. നമുക്ക് അറിഞ്ഞൂടാ, എന്തോ വരുന്നുണ്ട്. എന്തെങ്കിലും ചിലപ്പോൾ ടീസറോ എന്തെങ്കിലും വരുന്നുണ്ടാവും. അതിന്റെ ആയിരിക്കാം. ടീസറോ? ടീസറോ എന്നുള്ള സമയമായിട്ടില്ല. ഷൂട്ട് തുടങ്ങിയ ശരിക്കും എന്തെങ്കിലും കൂടാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ടീസർ വരുമോ? അടുത്തത് രായൻ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടൈം അവർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ജൂലൈ 6 അതായത് നാളെ ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നു. ധനുഷാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. AR റഹ്മാനാണ് ഇതിന്റെ മ്യൂസിക്. സൺ പിക്ചേഴ്സ് ആണല്ലോ നിർമ്മിക്കുന്നത്, അതുകൊണ്ട് തന്നെ സംഭവം ബഹുലമായിരിക്കും ഓഡിയോ ലോഞ്ച്. അതിൻ്റെതായ ഒരു പ്രൗഢി ഉണ്ടാവും. അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.